ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 10ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയും. വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ തിയറി മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ചില സ്റ്റേറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ സാധാരണ പല സ്റ്റേറ്റ്മെൻറ്റുകളും ചെയ്യാറുണ്ട്. മാത്സിലെ പല സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പലവിധ മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട്. നോർമലി നമ്മൾ ചെയ്തു വരുന്ന ഇക്വേഷനെ രണ്ടിനെയും ഈക്വേറ്റ് ചെയ്യുന്ന, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ ഈക്വേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല രീതിയും നമ്മൾ ചെയ്യാറുണ്ട്. അതിൽപ്പെട്ട ഒരു മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സിലെ പല സ്റ്റേറ്റ്മെൻറ്റുകളെയും പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നതിലെ ഇൻഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറലൈസേഷൻ ആണ്. ജനറലൈസേഷൻ ഫ്രം എ പെർട്ടിക്കുലർ കേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കേസിനെ അടിസ്ഥാനമാക്കി ജനറലൈസ് ചെയ്യുക. ഇതാണ് ഇൻഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഏതൊക്കെ രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഈ ഇക്വേഷൻ വഴി അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ വഴി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറേ സൈക്കിളുകൾ നിരത്തി അടുക്കി വച്ചിരിക്കുന്നു. അതായത് ഒരുപാട് സൈക്കിളുകളുണ്ട്, ഒരു 100-150 സൈക്കിളുകളുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്ത് ഒരുപാട് സൈക്കിളുകൾ നിരത്തി വെച്ചിരിക്കുന്നു. സൈക്കിളുകൾ എന്ന് പറയുമ്പോൾ അടുത്തടുത്തായിട്ട് ഒരുപാട് സൈക്കിളുകൾ. നമുക്കറിയാം അതിലെന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ എല്ലാം വീഴുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് തെളിയിക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. ഞാൻ ഒരു സൈക്കിൾ തള്ളിയാൽ എല്ലാ സൈക്കിളും വീഴും എന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോർമലി കേൾക്കുമ്പോൾ അത് കുറച്ച് ഫോഴ്സിൽ തള്ളിയാൽ പോരെ, എല്ലാ സൈക്കിളുകളും വീഴില്ലേ എന്ന് നമുക്കറിയാം. അതെങ്ങനെയാണ് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് തെളിയിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാം. പക്ഷെ മാത്തമാറ്റിക്കലി ഇത് തെളിയിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കൂ, ഒരു സൈക്കിൾ ഞാൻ തള്ളുന്നു. അപ്പോൾ ഈ പറയുന്ന 100-150 സൈക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതെല്ലാം വീഴുന്നു എന്ന് ഞാൻ തെളിയിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് ആദ്യം ഒരു സൈക്കിൾ തള്ളുന്നു. ഒന്നാമത്തെ സൈക്കിൾ തള്ളുമ്പോൾ അത് വീഴുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി അതിന് ശേഷം ഞാനൊരു 32ാമത്തെ സൈക്കിൾ എടുത്തു. അപ്പോൾ ഞാനത് തള്ളുമ്പോൾ 32ാമത്തെ സൈക്കിളും വീഴുന്നുണ്ട് എന്ന് ഞാൻ പ്രൂവ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ 32 അല്ലെങ്കിൽ 46 80 എത്രയും ആകാം, റാൻഡം ആയിട്ടൊരു നമ്പർ എടുക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ ആ 32 എടുത്താൽ 33, അതായത് 32 എടുത്താൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സൈക്കിളും വീഴുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തുക. അത് ഞാൻ പ്രൂവ് ചെയ്യുക. ഇങ്ങനെ ഞാൻ റാൻഡം ആയിട്ടൊരു നമ്പർ എടുത്തു, അതും അതിന് തൊട്ടടുത്ത നമ്പറും വീഴുന്നുണ്ട്, അല്ലെങ്കിൽ അതും ഇവിടെ ട്രൂ ആണ് ഞാൻ തെളിയിച്ചാൽ ഈ പറയുന്ന ഇതിലെ എല്ലാം ട്രൂ ആണ് എന്ന് നമുക്ക് കൂടുതൽ ചെയ്യാതെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ സൈക്കിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സൈക്കിൾ വീഴുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ഒരു നമ്പറിൽ 39ാമത്തെ സൈക്കിൾ വീഴുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അതിന് തൊട്ടടുത്ത 40ാമത്തതും വീഴുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പറയുന്ന മുഴുവൻ സൈക്കിളുകളും വീഴുന്നുണ്ട് എന്ന് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി തെളിയിക്കാൻ സാധിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത് എങ്ങനെയാണ് തെളിയിക്കുക, അല്ലെങ്കിൽ ആ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, പി ഓഫ് എൻ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നോക്കുക. ഈ പി ഓഫ് എൻ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ട്രൂ ആണ് എന്ന് നമുക്ക് തെളിയിക്കണം. അതിന് 2-3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തത് പി ഓഫ് 1 ട്രൂ ആണ് എന്ന് തെളിയിക്കണം. അതായത് എൻ എന്നുള്ളത്, ഇവിടെ നോക്കൂ, പി ഓഫ് 1 എന്നുള്ളത് ട്രൂ ആണ് എന്ന് നമ്മൾ തെളിയിക്കണം. അതായത് എന്നിന് 1 കൊടുത്താൽ, അതാണ് പി ഓഫ് 1 എന്ന് പറയുന്നത്. എന്നിന് 1 കൊടുത്താൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് നമ്മൾ തെളിയിക്കുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ നോക്കൂ, പി ഓഫ് കെ ട്രൂ ആണെന്ന് തെളിയിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു റാൻഡം ആയിട്ട് ഒരു നമ്പർ സെലക്ട് ചെയ്യുക, അത് ട്രൂ ആണ് എന്ന് തെളിയിക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്നിന് പകരം കെ എന്ന് കൊടുക്കുക. കെ എന്നുള്ള ഒരു റാൻഡം നമ്പറാണ്. ആ റാൻഡം നമ്പർ കൊടുക്കുമ്പോൾ പി ഓഫ് കെ എന്നായി മാറുന്നുണ്ട്. അവിടെ പി ഓഫ് കെ എന്നായിട്ട് മാറുന്നു. അത് ട്രൂ ആണ് എന്ന് നമ്മൾ തെളിയിക്കുക. അതായത് റാൻഡം ആയിട്ട് ഒരു നമ്പർ എടുക്കുന്നു, അപ്പോൾ എന്നിന്റെ പകരം കെ എടുക്കുന്നു, അപ്പോൾ പി ഓഫ് കെ അത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അത് അസ്യൂം ചെയ്തതിന് ശേഷം പി ഓഫ് കെ പ്ലസ് വൺ, അതായത് എന്നിന് കെ പ്ലസ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റാൻഡം ആയിട്ടൊരു നമ്പർ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത നമ്പറും ട്രൂ ആണ് എന്ന് നമ്മൾ തെളിയിക്കുക. അതായത് പി ഓഫ് കെ പ്ലസ് വൺ അത് ട്രൂ ആണ് എന്ന് നമ്മൾ തെളിയിക്കുക. അതായത് എന്നിന് കെ പ്ലസ് വണ്ണ് കൊടുക്കുമ്പോൾ അത് ട്രൂ ആണ് എന്ന് തെളിയിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം എന്നുള്ളത്. അതായത് കെ ഒന്നുകിൽ ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ഒന്നിന് മുകളിലുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഓർത്തു വെക്കുക. നെഗറ്റീവ് നമ്പർ ആയിരിക്കരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പി ഓഫ് വണ്ണ് ട്രൂ ആണെന്ന് തെളിയിച്ചു, പി ഓഫ് കെ അസ്യൂം ചെയ്തു ട്രൂ ആണെന്ന്, പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് തെളിയിച്ചു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന എൻ എന്ന് പറയുന്ന നമ്പറുകൾക്കെല്ലാം ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. അതായത് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ. അപ്പോൾ പി ഓഫ് എൻ എന്നുള്ളത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പി ഓഫ് വണ്ണ് ട്രൂ ആണെന്ന് തെളിയിക്കുന്നു, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പി ഓഫ് എൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ അതിൻ്റെ തിയറിയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിന് പകരം ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു നമ്പർ രൂപത്തിൽ വന്നാൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എങ്ങനെ സോൾവ് ചെയ്യും, ഏതൊക്കെ രീതിയിൽ അത്, ഏതൊക്കെ ട്രിക്കുകളിലൂടെ അത് ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറുകൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ഉടൻ തന്നെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.